ജയിൽ നോമിനേഷൻസ് ആയിരുന്നു ഇത്ര നേരം ലൈവിൽ നടന്നുകൊണ്ടിരുന്നത്. നാടകീയമായ കുറെ സംഭവങ്ങളുണ്ട്, എല്ലാത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ ബിഗ് ബോസ് പവർ ടീമിനോട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒന്നായിരുന്നു. ജയിലിൽ പോകേണ്ട 2 പേരിൽ ഒരാളെ പവർ ടീമിന്റെ പേരിൽ മൊത്തത്തോടെ നോമിനേറ്റ് ചെയ്യാം എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. പവർ ടീം തെരഞ്ഞെടുത്തത് നമ്മുടെ ജിൻഡോനെയാണ്. സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ജിൻഡോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മൂലമാണ് ജിൻഡോനെ തെരഞ്ഞെടുത്തത്. ഇത് ആരുടെ തീരുമാനമായിരുന്നുവെങ്കിലും വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജിൻഡോ ജയിലിലിരുന്ന് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് ഉറപ്പായിട്ടും സ്ക്രീൻ സ്പേസും കണ്ടന്റും ഉണ്ടാക്കും. അത് പുള്ളിക്ക് പോസിറ്റീവായി മാറാനും സാധ്യതയുണ്ട്. മണ്ടത്തരം സ്ട്രാറ്റജി എന്നൊരു പുതിയ സ്ട്രാറ്റജിയാണ് ജിൻഡോ കളിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ്. അത് ബുദ്ധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഗെയിം പ്ലാൻ തന്നെയാണ്. ഇപ്പോ ജയിലിൽ കയറുന്ന അവസരം കിട്ടിയത് വരെ ഈ ഒരു പ്ലാൻ ബ്രില്യന്റ് ആയിട്ട് ജിൻഡോ കളിച്ചുകൊണ്ടാണ്. ഈ കാണിക്കുന്നത് പോലെ ഒരു പൊട്ടനോ മണ്ടനോ ഒന്നുമല്ല ജിൻഡോ. കുറെ കാര്യങ്ങളൊക്കെ നന്നായി പ്ലാൻ ചെയ്ത് തന്നെയാണ് ജിൻഡോ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതുമെല്ലാം. നോമിനേഷൻസ് നടത്തുന്നതിനിടയിൽ നമ്മുടെ രതീഷ് അണ്ണന് ഡോക്ടർ റോബിന്റെ പ്രേതം കയറുകയുണ്ടായി. നോമിനേഷൻസിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ദിസ് ഇസ് ബിഗ് ബോസ് ഹൗസ്, ഡോണ്ട് പ്ലേ വിത്ത് മീ എന്നൊക്കെ അലറി വിളിച്ച് പറഞ്ഞു. പുള്ളി സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിലും എനിക്ക് നല്ല ചിരിയാണ് വന്നത്. ഈ അശ്വൻ കോക്കിന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ സീസണിൽ ഒരുപാട് മലങ്കൾട്ട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു 1 വീക്കിൽ തന്നെ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു, നമുക്ക് അത് കേട്ട് ചിരി വരുന്നു. അതാണ് മലങ്കൾട്ട്. അത് കോക്കിന്റെ ഭാഷയിൽ മലങ്കൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ്, ഈ ഒരു ആസ്വാദനമാണ്. ബിഗ് ബോസിലെ മലങ്കൾട്ട് കിങ് ആണ് രതീഷ് കുമാർ. കാരണം ആൾക്കാർക്ക് പുള്ളിയുടെ അലറലും പരിപാടിയും കണ്ട് ചിരിയാണ് വരുന്നത്. അപ്പൊ എന്നിട്ട് നോമിനേഷൻസ് തടസ്സപ്പെടുത്തിയപ്പോ സൈകിട്ട് ബിഗ് ബോസ് തന്നെ ഇടപെട്ട് മര്യാദയ്ക്ക് അവിടെ പോയി ഇരിയുടെ രതീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെ അത് കേട്ടും ചിരിയാണ് വന്നത്. പക്ഷെ ബിഗ് ബോസ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ലംഘിച്ചാൽ ഇവിടുന്ന് പുറത്താക്കും. അത് പറഞ്ഞപ്പോ ആശാന്റെ ഫേസ് കാണണമായിരുന്നു, ഒരുമാതിരി തേനീച്ച കുത്തിയ പോലെ. എന്തായാലും ഏറ്റവും കൂടുതൽ ആളുകൾ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചത് രതീഷിനെയാണ്. അപ്പോ ജയിലിൽ പോയിരിക്കുന്ന 2 പേര് ജിൻഡോ, രതീഷ് എന്നിവരാണ്. രതീഷിന്റെ ഗെയിം എടുത്തു കഴിഞ്ഞാൽ അത് പുള്ളി ഇനി ജയിലിൽ കയറിയാലും അതിന് ബൂസ്റ്റ് മാത്രമേ വരാൻ പോകുന്നുള്ളൂ, അത് ഒട്ടും താഴോട്ട് പോകത്തില്ല. ഹോമോഫോബിക് ആയിട്ടുള്ള അലിഗേഷൻസും ഒന്നും രതീഷിനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. അതിപ്പോ എത്ര കട്ടയ്ക്കുള്ള ഹോമോഫോബിയ അലിഗേഷൻ ആണെങ്കിലും. കാരണം കറക്റ്റ് ഒറ്റപ്പെടൽ ട്രാക്ക് പുള്ളി ഓൾറെഡി ഈ ഒരു ഒരാഴ്ച കൊണ്ട് പിടിച്ചു കഴിഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബിഗ് ബോസിന്റെ വോയിസിൽ ഇടയ്ക്ക് വന്ന ആ ഒരു മോഡുലേഷൻ ഡിഫറൻസ്. മിണ്ടാതിരിക്കാനല്ലടാ നിന്നോടൊക്കെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നല്ല കട്ട കലിപ്പിലായിരുന്നു ബിഗ് ബോസിന്റെ വോയിസ്. ബിഗ് ബോസ് സൈ കെട്ടെന്നാണ് തോന്നുന്നത്. ഇതെന്താ ചന്തയാണോ എന്നൊക്കെ ബിഗ് ബോസ് എല്ലാവരോടുമായിട്ട് ചോദിച്ചു. കോരി തരിച്ചു പോയി അതൊക്കെ കേട്ടപ്പോ. അവിടെ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പേടിച്ചു പോയിട്ടുണ്ടാവും എല്ലാരും വിറപ്പിച്ചു കളഞ്ഞു ബിഗ് ബോസ്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമാണ് ഇനാക്റ്റീവ് ആയിട്ട് കളിച്ചവരെ ജയിലിലേക്ക് അയക്കാമായിരുന്നു എന്നത്. ഋഷി അതേപോലെ തന്നെ ശ്രീതു ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഈ ഒരാഴ്ച. ബാക്കി എല്ലാരും കളിച്ചവരാണ്, രതീഷും ജിൻഡോയും ഉൾപ്പെടെ. ഏതായാലും രതീഷിനെയും ജിൻഡോനെയും ഒക്കെ ജനങ്ങളിലേക്ക്, അതായത് വോട്ടിങ്ങിലേക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. അതായിരുന്നു അതിന്റെ ഒരു കറക്റ്റ് രീതി. ഇതിപ്പോ സ്ക്രീൻ സ്പേസ് എക്സ്പേർട്ടുകൾ ഒരുമിച്ച് ജയിലിലാവുമ്പം എന്താവും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. 2 പേരും കൂടെ നല്ല മാസാകും ആദ്യത്തെ ജയില്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.